പാലക്കാട്ടെ മദ്യനിർമ്മാണശാല പദ്ധതി വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ CPI ദേശീയ നിർവാഹക സമിതിയിലും വിമർശനമുയർന്നു. ഇടതു മൂല്യങ്ങളിൽ നിന്ന് തുടർച്ചയായി വ്യതിചലിക്കുന്നതിന്റെ തെളിവാണ് പദ്ധതി അനുമതിയെന്ന് കെ പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഇടതു മൂല്യങ്ങളിൽ നിന്ന് വഴിമാറുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഇന്ന് വിശാഖപട്ടണത്ത് സമാപിച്ച CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്ത് മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയത് വിമർശിക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവാണ് മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിനെ വിമർശിച്ചത്. LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും പലപ്പോഴും ഇടതു മൂല്യങ്ങളെന്ന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിവാദ മദ്യനിർമ്മാണ പ്ലാന്റ് അനുമതിയെന്ന് കെ പ്രകാശ് ബാബു വിമർശിച്ചു. സംസ്ഥാന സർക്കാർ ഇടതു നയത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നതായി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ KP രാജേന്ദ്രനും വിമർശിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കാത്ത പരാമർശിച്ചുകൊണ്ടാണ് KP രാജേന്ദ്രൻ സർക്കാരിൽ നയവ്യതിയാനം ആരോപിച്ചത്. സംസ്ഥാന സർക്കാർ ഇടതു മൂല്യങ്ങളിൽ നിന്ന് മാറി നടക്കുന്നുണ്ടെന്ന വിമർശനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ജനറൽ സെക്രട്ടറി D രാജ ഇക്കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നയവ്യതിയാനമുണ്ടെന്ന വിമർശനം ചർച്ചയിൽ ഒതുങ്ങി. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.